പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ നല്ല പ്രഭാതത്തിൽ ആശംസിക്കുന്നു. ഏറ്റവും പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ, ഇന്നത്തെ ജീവിതാവശ്യങ്ങള് ഭക്തിയോടെ, പ്രത്യാശയോടെ, ശരണത്തോടെ കൈകൾ കൂപ്പി കണ്ണടച്ച് ദൈവതിരുസനെ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു വരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ്. അനുദിന അനുഗ്രഹ പ്രാർത്ഥന നമ്മൾ ഇന്നത്തെ യാത്രയാണ്, പകൽ യാത്ര. ജീവിതത്തിൻ്റെ ഇടപാടുകൾ, വിനിമയങ്ങൾ, സംസർഗങ്ങൾ, സംഭാഷണങ്ങൾ, സന്ദർശനങ്ങൾ, അതെല്ലാം കൂടിയതാണ്. ഇതിനെല്ലാം നമുക്ക് ദൈവാനുഗ്രഹം ആവശ്യമാണ്. ഈശോ ഒരു രാത്രി മുഴുവനും ഒക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ നമ്മളതെല്ലാം സമ്മറി ചെയ്തിട്ട് പ്രഭാതത്തിൽ ഒറ്റ സമർപ്പണ പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കാം. കോടതി പോകാനുള്ളവർ ഉണ്ടാകും, സ്ഥലമുള്ളവർ പോകാനുള്ളവരുണ്ടാകും, സ്ഥലത്തിൻ്റെ കാര്യം സംസാരിക്കാനോ, ഇനി വിവാഹം സെറ്റ് ചെയ്യാൻ വേണ്ടി ജീവിത പങ്കാളികളെ കാണാൻ പോകുന്നവർ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ പുതുക്കല്യാണത്തിന് പോകുന്നവരുണ്ടാവും, പുതുക്കം പോകുന്നവരുണ്ടാവും. അങ്ങനെ ഓരോരോ കാര്യത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നില്ലേ. ചിലപ്പോൾ അപകട വഴികളിലൂടെ പോകേണ്ടവരുണ്ടാവും, ചിലപ്പോൾ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളി സഹോദരൻ ഉണ്ടാവും, റബ്ബർ വെട്ടാൻ പോകുന്ന തൊഴിലാളികളുണ്ടാവും, ചിലപ്പോൾ റബ്ബർ പാല് ശേഖരിക്കാൻ പോകുന്നവരുണ്ടാകും, ചിലപ്പോൾ റബ്ബർ മാർക്കറ്റിൽ ഷീറ്റ് ഉണക്കി വിൽക്കാൻ പോകുന്നവരുണ്ടാകും, ചിലപ്പോൾ ഇങ്ങനെ ഏലത്തോട്ടത്തിൽ പോകുന്നവരുണ്ടാകും. അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം നീ പോകുന്നു ആ മേഖലയിലെല്ലാം. ചിലപ്പോൾ നീ ലോറി ഡ്രൈവർ ആണെങ്കിൽ ലോറിയും കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയാകാം. ഇങ്ങനെ എല്ലാ മേഖലകളിലും
കണ്ടുമുട്ടാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ പോലീസുണ്ട്, അവരുടെ മൂഡ് വരെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ചിലരൊക്കെ വിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവർ ആവശ്യമുള്ളത് ഇല്ലാത്തതൊക്കെ ചോദിച്ച് കൺഫ്യൂഷനാക്കി നമ്മുടെ സമയം അടപ്പിച്ചു. അപ്പോൾ നിസ്സാരകാര്യമല്ല യാത്ര. ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അപകടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മരക്കൊമ്പ് മുകളിൽ നൊടിഞ്ഞ് വീണപ്പോൾ അവർക്ക് തോന്നിയപ്പോഴാണ് കുഞ്ഞ് വെട്ടിച്ചതെന്നാണ് ചിലരൊക്കെ പറയണത്. നമുക്ക് സത്യാവസ്ഥ ഇപ്പോഴും കൃത്യമായിട്ട് അറിയത്തില്ല, ഒത്തിരി വേർഷൻസ് ഉണ്ട്. ഈ ഒരു യാത്ര എപ്പോഴും നമുക്ക് പ്രാർത്ഥനയുടെ വിഷയമാണ്. ഞാൻ എൻ്റെ ക്രൂസൊക്കെ എൻ്റെ സഹപ്രവർത്തകർ പോകുമ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരുടെ തലയിൽ കൈവെക്കണത് സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ കൈവെക്കണത് അല്ല. അവർ പോകുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതിന് ഒന്ന് സേഫ്റ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കർത്താവിൻ്റെ ദൂതൻ അവരുടെ കൂടെ പോകണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, കർത്താവിൻ്റെ ദൂതൻ ഇന്നത്തെ യാത്രയിൽ നിങ്ങളുടെ കൂടെ വരും. അങ്ങനെ വരുമെന്നൊരു ഭംഗി വാക്ക് പറയുകയല്ല, കാര്യം അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. എന്താ വാഗ്ദാനം? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ വരുമെന്ന്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. കർത്താവ് നമുക്ക് മുമ്പേ ദൂതനെ അയക്കും. അപ്പം ദൈവം തന്നെ വിചാരിച്ചിരിക്കണത് നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന്. നമ്മളുടെ ദൗത്യം നിറവേറ്റാൻ നമുക്ക് സഹായം ആവശ്യമാണ്, ദൈവസഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണേ. കർത്താവേ, നീ എന്തുമാത്രം കരുതുന്നു ഞങ്ങളെ. നിന്റെ ഏകജാതി നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് വെച്ചാൽ എന്നെ സ്നേഹിച്ചു എന്നാണ് ഞാനത് വായിക്കണത്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ സ്നേഹമാണ് ഞങ്ങളുടെ സംരക്ഷണം, നിന്റെ സ്നേഹമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന പരിപാലനം. കർത്താവേ, ഞങ്ങളുടെ മക്കൾ വെറുതെ ഹൃദയം നൊന്ത് പോകുന്നവരുണ്ട്. അങ്ങയുടെ മുമ്പിൽ തിരികെത്തിച്ചുകൊണ്ട് രണ്ടുതുള്ളി കണ്ണീരിട്ട് അറിയാതെ കരഞ്ഞു പോയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിക്ക് പോകുന്നവരുണ്ട്. കർത്താവെ, വിവാഹത്തിന് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി പോണവരുണ്ട്. മക്കളില്ലാത്തവർ ആശുപത്രി പോണവരുണ്ട്. പിന്നെ ഗർഭിണിയാണോ എന്നറിയാൻ വേണ്ടി പോണവരുണ്ട്. അതിന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പേപ്പർ വാങ്ങിക്കാൻ പോണവരുണ്ട്. അവർക്കെല്ലാം ആശങ്കകളുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാമല്ലോ. ഓരോരുത്തരും എന്തെല്ലാം ഈ പ്രാവശ്യമെങ്കിലും ഗർഭിണിയായിരിക്കുമോ, കുഞ്ഞുണ്ടാകുമോ, കർത്താവെ എന്നൊക്കെ വിളിച്ചാൽ അന്തരം റിസൾട്ട് നോക്കാൻ പോണവരില്ലേ. അപ്പം അങ്ങനെ ഓരോരോ സമയത്ത് കർത്താവിനോട് അവർ പറയും, കർത്താവേ, എൻ്റെ ഇന്ന് പഠനകാലത്ത് കുറച്ച് അബദ്ധം സംഭവിച്ചു പോയി, പരീക്ഷ അതുകൊണ്ട് വേണ്ടവർ എഴുതാൻ ഒത്തില്ല, എനിക്ക് അവസരം തന്ന അടുത്ത ടേംസിൽ ഞാൻ നല്ലവണ്ണം പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പട്ടാങ്ങി പറഞ്ഞിട്ട് പോണവരില്ലേ. സ്ഥലം കാണാൻ പോകുന്നവർ, സ്ഥലം വിൽക്കാൻ പോണവർ, രജിസ്റ്റർ ചെയ്യാൻ പോകുന്നവർ, കേസിന് പോണവർ വരെ ഉണ്ട് നീതിക്ക് വേണ്ടി. അങ്ങനെ എല്ലാ യാത്രക്കാരെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടകമ്പോളങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നവർ, കടയിൽ സാധനങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങി വെച്ച് വിൽക്കാൻ പോകുന്നവർ, അങ്ങനെ ഓരോരോ കടകൾ. ഇപ്പോൾ ജീവിതമാർഗം തുടങ്ങാൻ പോകുന്നവരുണ്ട്. ബ്യൂട്ടി പാർലർ വരെ തുടങ്ങാൻ പോകുന്ന മനുഷ്യരുണ്ട്. ബ്യൂട്ടി പാർലർ കച്ചവടമില്ല, ബിസിനസ് ഇല്ലാത്തതിൻ്റെ വരെ വേദനിക്കുന്നവരുണ്ട്. അങ്ങനെ എന്തെല്ലാം തരം മനുഷ്യരാണ് കർത്താവ്. കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഓരോരോ മാർഗ്ഗം. കുഞ്ഞുങ്ങളെ പോറ്റാൻ മുലയിൽ പാലില്ലാത്ത മാതാപിതാക്കൾ അമ്മമാരുണ്ട് വേദനിച്ചിട്ട്. അവർക്ക് എന്തെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് പറയണ ഭക്ഷണം എല്ലാവരും കഴിക്കുന്നുണ്ട്, പക്ഷെ മുലയിൽ പാലില്ല. അപ്പോൾ അവസാനം വിഷമിച്ച് ചെറുച്ചവരൊക്കെ എൻ്റെ അടുത്ത് വരും, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ അച്ഛാ, എന്താണെന്ന് അറിയത്തില്ലെന്ന് പറയും. ഇത് ഉടമ്പടി തൈലം മേടിച്ചു കൊണ്ടുപോയി പെരട്ടി വെക്കുവാൻ. കാര്യം എന്താണ്? ലോകത്ത് എത്ര നമ്മൾ ശാസ്ത്രം മാറുന്നാലും നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ദൈവം തന്നെയാണുള്ളത്. അങ്ങനെ അത് വിചാരിക്കുന്നവരാണ് ദൈവവിശ്വാസത്തോട് നിലനിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. കാര്യം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ, ഭൗതികമായ കുറച്ച് കാര്യങ്ങളെ ഭൗതികമായിട്ട് കൈകാര്യം ചെയ്യാനല്ലാതെ മറ്റു സംവിധാനങ്ങൾക്കൊന്നും പറ്റണില്ല. ദൈവത്തിൻ്റെ സ്പേസ് എപ്പോഴും വേക്കൻ്റാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് എനിക്ക് മനസ്സിലായിരിക്കുന്നത്, എല്ലാ ജീവിത മണ്ഡലങ്ങളിലും എല്ലാവർക്കും എല്ലാവരുടെയുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള. അപ്പം അതുകൊണ്ട് തന്നെ ആ മേഖലകളെല്ലാം അവർക്ക് വീഞ്ഞില്ലെന്ന് അമ്മ പറയുമ്പോൾ സമാധാനമില്ല, വഴിയില്ല, വീടില്ല, ഇല്ലായ്മക്കാരെ എല്ലാം അഡ്രസ്സ് ചെയ്യുന്നതാണ് അമ്മ. എന്താണ് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയാണ്. അതിൻ്റെ കൈകാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് സ്വർഗീയ സംവിധാനം. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇല്ലായ്മക്കാർ ഒരു തരത്തിലുള്ള പലതരത്തിലുള്ള ഇല്ലായ്മക്കാർ ജീവിതത്തിലുണ്ട്. സമാധാനം, സന്തോഷമില്ലാത്ത, ഒറ്റപ്പെട്ടു പോയവർ, അങ്ങനെ പല വിഷയങ്ങളിൽ വീടില്ലാത്ത, വഴിയില്ലാത്തവർ, എല്ലാവരെയും നീ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖമില്ലാത്തവരുണ്ട് ഈശോയെ, മനസ്സിനും ശരീരത്തിനും. ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ, അവരുടെ എണ്ണം കൂടുതലാണ് ഇപ്പോഴും. അവരുടെ മാതാപിതാക്കന്മാർക്ക് സമാധാനമില്ല കർത്താവേ. അങ്ങനെ എല്ലാവരും നീ സ്പർശിക്കണം. എപ്പിലെപ്സികൾ, അതുപോലെ ഓട്ടിസംസ്, ഹൈപ്പർ ആക്ടിവിറ്റി, അവരുടെ മാതാപിതാക്കന്മാർ കർത്താവേ, അവരാ കുഞ്ഞുങ്ങളെയും കൊണ്ട് അനുഭവിക്കുന്ന സങ്കടങ്ങൾ, കെട്ടിപ്പോയത് കൊണ്ട് അനുഭവിച്ച ഈ വലിയ ഭാരങ്ങളെ ആസ്പിക്കാൻ ആരുമില്ലാതെ
കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയിട്ട് ഇവരും ഈ കുരിശു കഴിക്കുന്ന മക്കൾ മാത്രം ഉണ്ടാകുന്ന സമയത്ത് ദൈവമേ എന്ന് വിളിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ട്. കർത്താവ് എല്ലാവരും നീ സ്പർശിക്കണം. മൂത്രം പോകാത്തവരുണ്ട് ഈശോയെ, അതിൽ ബ്ലാഡർ തിങ്ങിപ്പോണവരുണ്ട് ഈശോയെ, എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല, വയർ കീറിക്കളയാൻ തോന്നുന്ന ഒരാൾക്കാരുണ്ട് ഈശോയെ. അങ്ങനെ പല വൈറസിൻ്റെ ബാക്ടീരിയയുടെ അറ്റാക്കുകൾ, ഒരിക്കലും ബാക്ടീരിയ ഒരു ആൻറ്റിബയോട്ടിക്സോട് റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകൾ, ആൻറ്റിബയോട്ടിക്സുകളോട് നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകൾ, അങ്ങനെ ഓരോ വിഷയങ്ങൾ, എങ്ങനെ എന്തെല്ലാം കർത്താവ് ഇതെല്ലാം ഓർത്ത് അങ്ങയുടെ തിരുസേന ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുസേന വെക്കും. ഈശോ നിന്റെ വിശുദ്ധമായ വലതുകരം, മരണത്തെ ജയിച്ച കുരിശിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി, സ്വർഗത്തിൻ്റെ സൗഖ്യദായകമായ ശക്തി, വിടുതൽ ശക്തി നിങ്ങളിലേക്ക് വസിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിന്റെ ദൈവം നിന്നെ ഏറ്റെടുക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ. Lord, infuse your spirit of power and grace. നമ്മളിത് വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21, 26, 27. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ ഹസ്തപ്രജ്ഞരാകും, ആകാശശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. എൻ്റെ മക്കളിൻ്റെ ചിത്രമുള്ള ലൂക്കായുടെ സുവിശേഷം 21, 26, 27. മനുഷ്യർ ഹസ്തപ്രജ്ഞരാകും. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ മനുഷ്യപുത്രൻ സർവശക്തിയുടെ വരും. അതാണ് കണക്ഷൻ. ക്ലിയർ അല്ലേ? എന്ന് വെച്ചാൽ ബൈബിളിൻ്റെ ആ ഘടന കണ്ടില്ലേ? മനുഷ്യർ ഹസ്തപ്രജ്ഞരാകും, അവർക്ക് അടിതെറ്റിപ്പോകും, മനസ്സിൻ്റെ ബലം പോകും. അതാണ് മനുഷ്യൻ്റെ ബലം പോകും. അപ്പോൾ എന്ത് പറ്റും? മനുഷ്യപുത്രൻ ബലമായിട്ട് വരും, ശക്തിയായിട്ട് വരും. എൻ്റെ ദൈവമുള്ള ഇത്രേ പ്രശ്നമുള്ളൂ. നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ്? ഇപ്പോൾ ഡോക്ടർ പറയണ നിനക്ക് പ്രഷറാണ്, ഇനി ശ്രദ്ധിക്കണം എന്ന് പറയും. ഇപ്പോൾ ചിലർ പറയും നിങ്ങൾക്ക് അറിയാതെ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഹസ്തപ്രജ്ഞനായി പോകും. ഹസ്തപ്രജ്ഞനായിട്ട് കാര്യമില്ല. കാര്യം എന്താ? ഹസ്തപ്രജ്ഞനായ അടുത്ത നടപടി എന്താണ്? കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ബലം പോയാൽ അതിൻ്റെ അർത്ഥം ബലം എന്നേക്കാട്ട് പോകുന്നല്ല. നമ്മുടെ ബലം പോയാൽ കർത്താവ് നമ്മളെ ബലപ്പെടുത്താൻ പോകുന്നു എന്നേ അർത്ഥം. ഇപ്പം ജപ്തിയാണെന്ന് പറയുമ്പോൾ ഹസ്തപ്രജ്ഞനായി പോകും. പക്ഷേ എന്താ? കർത്താവിന് വഴിയുണ്ടേ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവ് പുതിയ വഴി തരുന്നു, നമ്മൾ ഡെലിവർ ആകുന്നു. എന്തുമാത്രം സുവിശേഷത്തിലാണ്. ഇന്നലെ 2.5 കോടി കടമുണ്ടായിരുന്നൊരു കാനഡക്കാരൻ സാക്ഷ്യം പറഞ്ഞപ്പോഴേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അയാൾക്ക് അത് 33 ലക്ഷമായിട്ട് കുറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം ഹസ്തപ്രജ്ഞനായി, പിന്നെ എന്ത് പറ്റി? അനന്തരം മനുഷ്യപുത്രൻ സർവശക്തിയോടെ വരുന്നു. അപ്പോൾ ഓരോ ഹസ്തപ്രജ്ഞരും ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കാനുള്ള ദൈവപരിപാലനയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ നീ പതറേണ്ട കാര്യമില്ല. നീ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കുക. കർത്താവ് ശക്തിപ്പെടുത്തട്ടെ. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ്.